നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്കക്കുരു വട. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരു പുറത്തെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തത് 1.5 കപ്പ്, കടലപ്പൊടി 1/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വളരെ ചെറുതായി കട്ട് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി വളരെ ചെറുതായി കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് 4 എണ്ണം, സവോള ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ്, കറിവേപ്പില വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്, വെള്ളം ആവശ്യത്തിന്. ആദ്യം തന്നെ ചക്കക്കുരു വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടി കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് നമ്മൾ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചക്കക്കുരു മുങ്ങിക്കിടക്കാനുള്ള വെള്ളം എന്നിവ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വടയ്ക്കുള്ള മാവുണ്ടാക്കണം. ഇതിനു വേണ്ടി ഗ്രൈൻഡ് ചെയ്ത ചക്കക്കുരുവിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടലപ്പൊടി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത മാവാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് പരത്തി വട ഉണ്ടാക്കിയെടുക്കാം. മാവ് കയ്യിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ കയ്യിലോട്ട് ഇതുപോലെ കുറച്ച് എണ്ണ തൂക്കണം. ഇനി ഈ മിക്സ് ചെയ്ത ചക്കക്കുരുവിൻ്റെ മാവ് ഒരു മീഡിയം സൈസിലുള്ള ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബോൾ ഒരു വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കണം. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാനിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഈ എണ്ണ ചൂടാക്കിയെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചക്കക്കുരു വടയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. നമ്മുടെ വട ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും പേപ്പർ ടവലിട്ട പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള വട മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഈ വട ചൂടോടുകൂടി ചായയുടെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ചക്കക്കുരു വട റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.